ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ വീഡിയോ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, നമുക്ക് ജീരക്കുട്ടി റെസിപ്പിയാണേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയെന്ന് ഞാൻ ജീരശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 3 ഗ്ലാസ് റൈസാണ് ഞാൻ ബിരിയാണിക്ക് വേണ്ടി നെയ്ച്ചോറിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് കേട്ടോ. ആ സമയം കൊണ്ട് ക്യാരറ്റും ഓണിയനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഓൾ സ്പൈസസും എടുത്തിട്ടുണ്ട്, പിന്നെ ഗീയും. അപ്പം ഞാൻ ജിയാക്കുട്ടിയെ കിച്ചണിലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ കൂട്ടും കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമ്മളത് പഠിക്കേണ്ട കാര്യങ്ങളാണല്ലോ. കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞാലും നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ സ്റ്റൗ കത്തിക്കാനോ സ്വിച്ച് അധികം കളിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. കാരണം അതിനുള്ള പ്രായമോ അറിവുകളോ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിന് വേണ്ടി മിൽമയുടെ ഗീയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ചേർക്കുന്ന സ്പൈസസ് പെരുംജീരകമുണ്ട്, ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട. ഇത്രയും സാധനങ്ങളെ എൻ്റെ കയ്യിൽ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം വളരെ ശ്രദ്ധിച്ച് ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ ജിയക്കുട്ടിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ കൂടെ കൂട്ടുന്നത് കേട്ടോ. കാരണം ചൂടുള്ള സാധനമാണ്, അതെടുക്കുമ്പോൾ പൊള്ളും, അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ചില ബാലപാഠങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പം നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ നമ്മൾ ആ ഗീയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഓൾ സ്പൈസസ് ഓൾറെഡി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കാണ് ഈ ഓണിയൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് നമ്മളൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയെ, കാരണം അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. എന്നിട്ട് വലിയ കാര്യമായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ കുക്ക് ചെയ്യാറില്ല കേട്ടോ. കാരണം നമ്മൾ റൈസിൻ്റെയൊക്കെ കൂടെ ഈ ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പം ആ ഒരു ലെവലിലുള്ള വേവിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ജിയാക്കുട്ടി കാര്യമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജിയാക്കുട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല ഇടി മഴയും ഒക്കെ ഉണ്ട് കേട്ടോ, മിന്നലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ജനലിൽ കൂടെ നോക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ. ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്നുമില്ല, അരിയായിട്ട് തന്നെയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അരിയുടെ വെള്ളം കളഞ്ഞതിന് ശേഷം ഒന്ന് വാലക്ക് വെച്ചിട്ടാണ് നമ്മൾ അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആ ഗീക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഒന്ന് റെഡിയായോ എന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കറക്റ്റ് പരുവത്തിൽ വെന്തിരിക്കുകയാണ് കേട്ടോ. ഇനിയും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവം ചോറൊക്കെ അങ്ങ് കുഴഞ്ഞു പോകുവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് മാറ്റി. എന്നിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നട്ട്സും കിസ്മസും ഇരിക്കുന്നത് കൊണ്ടും ആ ഗീയിലേക്ക് തന്നെ നമുക്കൊരല്പം ഫ്രൈ ചെയ്തിട്ടാലോ എന്ന് വിചാരിച്ച് ഞാനൊരു ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ചു. എന്നിട്ട് നമ്മുടെ ജിയാക്കുട്ടി കിസ്മസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യം കിസ്മസ് ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. എന്നിട്ട് പിന്നെ നട്ട്സും കൂടി ഇട്ട് കൊടുത്തു. അത് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടിട്ട് നമ്മളുടെ റൈസിലേക്ക് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നെയ്ച്ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കറിയും കൂടെ വേണ്ടേ? ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പ്രഷർ കുക്കറിലാണ് ഇന്ന് നമ്മൾ ചിക്കൻ കറി ഒന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനു വേണ്ടി കുക്കർ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ കടുക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ജിയക്കുട്ടിയോട് ചോദിച്ചു ഇത് എന്താണെന്നറിയാവുന്ന. അപ്പോൾ ജിയക്കുട്ടി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു കുരുമുളകാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് മമ്മി സോറി ഞാൻ മറന്നു പോയതായിരുന്നു, ഇത് കടുകാണെന്ന് അവൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളുടെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അമ്മമാർ കുഞ്ഞുങ്ങളെ അടുക്കളയിലേക്ക് കൂട്ടുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഒന്നും വ്യത്യാസം വെക്കണ്ട കേട്ടോ. കാരണം കുഞ്ഞുങ്ങളെ അടുക്കളയും പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ആവശ്യകതയാണ് കേട്ടോ.
അപ്പം അവളെ കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് കഥ പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഓണിയൻ കട്ട് ചെയ്തതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ ജിയക്കുട്ടിക്ക് ഞാനൊന്ന് എടുക്കണം, ഒരു ഉമ്മയൊക്കെ കൊടുക്കണം, എന്തൊരു ആഗ്രഹങ്ങളല്ലേ. കുഴപ്പമില്ല, കൊടുത്തേക്കാന്നേ, ഇപ്പോഴല്ലേ കുഞ്ഞല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ വീണ്ടും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഓരോ ടീസ്പൂൺ വീതമാണ്, ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഈ കുക്കറിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഓണിയനിലേക്ക് ഇട്ടാണ് നമ്മളത് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ചിക്കന് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെന്ത സമയത്ത് ചിക്കനിലെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം ഒരു വെറ്റായിട്ട് തന്നെ ഇരുന്നത്. അപ്പോൾ വെള്ളം ഞാൻ ഒഴിച്ചു. അത് കൂടാതെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് കുക്കർ അവിടെ അടുപ്പിൽ വെച്ചു. അതവിടെ ഇരുന്ന് വെന്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ ജിയാക്കുട്ടിയും കൂടെ സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ നേരം മടിയിലൊക്കെ ഇരുന്നു, കഥയൊക്കെ പറഞ്ഞു. ഭയങ്കര ഇടിമിന്നലായിരുന്നേ. അപ്പോൾ ജിയാക്കുട്ടി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സിറ്റൗട്ടിൽ സ്റ്റെപ്പിൽ പോയി ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് പടയെന്നൊരു ഇടി വന്ന് ജിയാക്കുട്ടി ഓടി ഇങ്ങി വന്നു കേട്ടോ. ഭയങ്കര പേടിയാണെന്നേ, എനിക്കും അതെ. പ്രത്യേകിച്ച് നവംബർ മാസത്തിലെ ഇടിവെട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം അതൊരു വലിയ കഥയാണ്. ഞാനൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ട് വന്നതാണ് ആ ഇടിവെട്ടിൽ നിന്നും. അതുകൊണ്ട് ഇടിമിന്നലും ഇടിയുടെ മുഴക്കവും ഒക്കെ ഭയങ്കര പേടി തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അപ്പോൾ ഒന്ന് നമുക്ക് ജിയാക്കുട്ടിക്ക് കൊടുത്താലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ബൗളൊക്കെ എടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് റെഡിയാക്കാണ് കേട്ടോ. ഈ ഡൈനിങ് ടേബിൾ എപ്പോഴും ഒരു സന്തോഷം തരുന്ന സ്ഥലമല്ലേ. നമുക്ക് ഭക്ഷണം കഴിക്കാനും നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ പങ്കുവയ്ക്കുവാനും ഒക്കെ പറ്റുന്ന ഏറ്റവും അടിപൊളി സ്ഥലം. അവിടെ നിന്നാണ് നമ്മൾ ചില ശീലങ്ങളും ചില പാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം ഡൈനിങ് ടേബിൾ എപ്പോഴും ചിരിക്കാനും സന്തോഷിക്കാനുള്ള സ്ഥലമായി മാറട്ടെ. ഓക്കെ, ബൈ.